അച്ചായ അവന്റെ കോളാ. വീഡിയോ കോളോ? കൊള്ളാലോ, നീ എടുക്ക്. അവന്റെ വളിച്ച മുഖം ഒന്ന് ക്ലോസപ്പ് തന്നെ കാണണം. ഹലോ, എല്ലാരും ഉണ്ടാവും എനിക്കറിയാം. അതെ ഈ നേരത്തന്നെ വിളിച്ചേ. എന്താ പരിപാടി? ഇവിടൊക്കെ എന്തോന്ന് പരിപാടി. നിനക്കല്ലേ വിശേഷമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം സെറ്റല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. അല്ല, അവളുടെ മുഖത്തിലുണ്ട് ഒരു വാട്ടം. നീ എങ്ങോട്ടാ പോണേ? അമേരിക്ക, ലണ്ടൻ, യൂറോപ്പ്? ഇനി എങ്ങോട്ട് വരസാലോ? തിരിച്ചു വരുമ്പോ എന്നൊക്കെ മറക്കൂടി. അവന്റെ ഒരു ലണ്ടൻ അമേരിക്കയും ഒടുക്കത്തെ കൂത്താട്ടുകുളം ഐഡിയ. എന്നെ കൊണ്ടൊന്നും പറയരുത്. ഇവർക്ക് ഇതെന്ത് പറ്റി? രാവിലെ തന്നെ ഫുള്ള് ഹീറ്റ് ആണല്ലോ. അത് പണി ചെറുതായിട്ടൊന്ന് പാളി. കാക്കയ്ക്ക് വെച്ചത് കൊണ്ടത് കോഴിക്കാ. എന്തോന്ന്? എടാ, ഇവളുടെ ഓവർ അഭിനയം കാരണം ഒരു ഓസ്കാർ കിട്ടി. നീ കഴുത്ത് കിടക്കുന്ന താലി കണ്ടില്ലേ? എടാ മണ്ട, നിന്റെ ചേട്ടൻ ഇവളെ കിട്ടീന്ന്. നിനക്ക് ചേട്ടനായിട്ട് അങ്ങേര് മാത്രമേ ഉള്ളോ? വേറൊന്നുകൂടി ഇല്ലേ? ആദിച്ചൻ ഇവളെ കിട്ടിയോ? കേട്ടപ്പോ വലിയ സന്തോഷമായല്ലോ. ഇതിലും വലിയ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതും കൂടി നീ എനിക്ക് താ. ഷെടാ, എന്റെ പ്ലാൻ അങ്ങനൊന്നും മൂഞ്ചാറില്ലല്ലോ. സത്യം പറഞ്ഞ അങ്ങനെ കുറിച്ച് ഞാൻ ഓർത്തില്ല. അതാ ഉണ്ടായേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ ഇല്ലാത്തോണ്ട് എനിക്ക് അവിടെ അങ്ങോട്ട് പിടിക്കുന്നില്ല. ഈ വാനപ്രസ്ഥം എന്നാ അവസാനിക്കാം? അത് പറയാൻ തന്നെ ഞാൻ വിളിച്ചേ. നാളെ രാവിലെ ഞാൻ അവിടെ ഉണ്ടാവും. നാളെ തന്നെ? വേണ്ട, എല്ലാരും നല്ല കരുപ്പില്ല. പിന്നെ ഞാൻ വേറെ എവിടെ പോവാനാ? ഇവളോട് ഇറങ്ങി വരാൻ പറഞ്ഞെന്ന് വെച്ച് കൈ വീശിക്കൊണ്ട് വരുന്ന ഞാൻ ഓർത്തോ? ഒടുക്കത്തെ എക്സ്പെൻസാ. ഞാൻ 3 നേരം കഴിക്കുന്നത് ഒറ്റയിരിപ്പിന് ഇവള് കഴിച്ചു തീർക്കും. ഇനി നിന്നാ ഇവളെന്നെ ഉടലോടെ വിഴുങ്ങും. അവിടെ ഉള്ളവരൊക്കെ ഡീൽ ചെയ്യാൻ എനിക്കറിയാം. പ്ലാൻ ഒന്ന് സെറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അവൾ എവിടെ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുളിച്ചോണ്ടിരിക്കാം. അത് കഴിഞ്ഞാൽ വല്ലതും കഴിക്കാൻ വേണ്ടി വരും. എന്ത് ചെയ്യാനാ, ഇറക്കിക്കൊണ്ട് വന്നില്ലേ? എന്നാ നാളെ അവിടെ വെച്ച് കാണാം. കൂടുതൽ സമയം ഇങ്ങനെ ഫോണുമായിട്ടിരുന്നാൽ ശരിയാവില്ല. അവിടെ ഡാഡി ആളെ കൂട്ടിക്കൊണ്ട് ഇങ്ങ് എത്തും. നിന്റെ കാര്യം ഞാൻ അവിടെ കയറി ഡീൽ ചെയ്യാം. ഇസു, എടാ എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശിട്ടേക്ക്. എല്ലാം തീർന്നു. ശരി, ഞാൻ ഇട്ടേക്കാം. അച്ഛാ, നിനക്ക് നാളെ മാച്ച് ഇല്ലേ? ഉണ്ട്. നീ വരുന്നുണ്ടോ? തീരുമാനിച്ചിട്ടില്ല. അവൻ വരുവാണെങ്കിൽ മിക്കവാറും ഷാടൊക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ അങ്ങോട്ട് വന്നോളാം. നോക്കിയേ, വല്യളിയാനല്ലേ നിക്കുന്നേ. ഇനി കളക്ഷൻ എടുക്കാൻ വന്നതാണോ? പിന്നെ കെട്ടുന്നതിന് മുൻപ് അത്ര ശീലമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടല്ലേ ഇപ്പോ? അതൊന്നും പറയാൻ പറ്റില്ല. ചിലരൊക്കെ അങ്ങനെയാ. കെട്ടിക്കഴിഞ്ഞാൽ അതിലും ബെറ്റർ വല്ലതും ഉണ്ടോന്നറിയാൻ ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ബ്രോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ്. എന്താ ഇവിടെ? ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. ഞാൻ സ്കൂട്ടിയിലാ വന്നേ. അത് തന്നെ തിരിച്ചു പോകാൻ എനിക്ക് അറിയാം. എന്തുവാടി നിന്റെ ആ പേടകം? ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചോളാം. ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇത്രയും ദൂരം വന്നിട്ട് നീ ചെല്ലാൻ നോക്ക്. എടാ പട്ടി, കൂടെ നിന്ന് പണി തരാൻ നോക്കാണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കാതെ നീ വന്ന് കാറി കയറി. നീ എന്താ കാറി കയറിയപ്പോ തൊട്ട് എന്തോ പരതിക്കൊണ്ടിരിക്കുകയാണല്ലോ. വല്ലതും കാണാതെ പോയോ? പതിവില്ലാതെ എന്നെ കൂട്ടാൻ വന്നതുകൊണ്ട് ഒരു സംശയം. താൻ വരുന്ന വഴിക്ക് എന്നെ കൊല്ലാൻ വേണ്ടി കാറിന്റെ ബ്രേക്ക് വല്ലതും അഴിച്ചു മാറ്റിയോ നോക്കിയതാ. ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തതൊന്നുമല്ല. ബ്രേക്ക് അഴിച്ചു മാറ്റിയ നിന്റെ കൂടെ ഞാനും നരകത്തിൽ തന്നെ കിടക്കേണ്ടി വരും. അത് ശരിയാണല്ലോ. അല്ല, താൻ എന്തിനാ എന്നെ കൂട്ടാൻ കോളേജ് വന്നേ? അത് പിന്നെ മനസ്സിലായി. ഇച്ചേച്ചി പറഞ്ഞു വിട്ടതായിരിക്കും. ഇച്ചേച്ചി പറഞ്ഞു വിട്ടതാ. ഞാൻ ഊഹിച്ചു. ഇത്തരം ബുദ്ധിയൊക്കെ ആ കുരുട്ട് തലയിൽ മാത്രം ഉദിക്കും. അല്ല, ഈ സേവനം ഒരു ബോണസ് ആയിട്ട് കരുതണോ അതോ എന്നും ഉണ്ടാവോ? കുറച്ചു ദിവസത്തേക്ക് ഇത് കാണും. അതിനുശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഇയാള് അകത്തേക്ക് വരുന്നില്ലേ? ചേട്ടനോട് പറയാതെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് പോണം. ഇതെന്താ, ചൈന വന്മതിലോ? ഈ വയറും വെച്ചിങ്ങനെ വാതിൽക്കെ തന്നെ നിന്നാ എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. ഒന്ന് മാറിത്തരാവോ? നീ ഇപ്പൊ ആരുടെ കൂടെ ആ കാറി കയറി വന്നേ? ഇതെന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? ഇച്ചേച്ചി എന്നല്ലേ അങ്ങേരം അങ്ങോട്ട് പറഞ്ഞു വിട്ടേ? അപ്പൊ അത് ആദ്യം തന്നെ ആയിരുന്നല്ലേ? ഞാൻ വിചാരിച്ച എന്റെ കണ്ണിന് വല്ലതും പറ്റിയോന്ന്. ഞാനൊന്നും അല്ല അവനെ പറഞ്ഞു വിട്ടേ. ഇന്ന് ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല. ഇച്ചേച്ചി അല്ലേ? ഓ, അപ്പൊ അങ്ങേര് കാര്യമായിട്ട് എന്തോ വലുത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാറ്റി, യു ഷുഡ് ബി കെയർഫുൾ. ഇച്ചായ ആദ്യം ഇതുവരായിട്ട് വന്നിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നുമില്ല. അവനിന്ന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. നിങ്ങള് വന്നപ്പോ തൊട്ട് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണല്ലോ. വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല.
അത് വെറുതെ നിങ്ങളുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റം കണ്ടുപിടിക്കാൻ എനിക്ക് മൈക്രോസ്കോപ്പിന്റെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ, എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. നിന്നെ ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് ഓർത്താ ഞാനൊന്നും പറയാത്തത്. അങ്കിൾ ഇന്ന് ഓഫീസിൽ വന്നിരുന്നു. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടാണോ ഒന്നുമില്ല എന്ന് പറഞ്ഞത്? അങ്ങേർക്കിനി എത്ര കാശ് കൊടുക്കണ്ടേ? 85 lakhs. നമ്മുടെ ഈ വീട് വിറ്റാൽ പോലും അത്രയും പണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു വഴി പറയട്ടെ. കാറ്റി, അവളിപ്പോ 10 കാശിന് പോലും വേലയില്ലാത്തൊരു ദരിദ്ര പെൺകുട്ടിയൊന്നുമല്ല, കോടീശ്വരിയാ. അധികമൊന്നും വേണ്ട, കമ്പനി കൈവിട്ടു പോകരുത്. അത് തിരിച്ചു പിടിക്കാനുള്ള പണം, അത് മാത്രം മതി. നീ എന്താ ഈ പറയുന്നേ? അവരുടെ സമ്പാദ്യമൊക്കെ അവക്ക് മാത്രം അവകാശപ്പെട്ടതാ. നമുക്കതിലൊരു ബന്ധവുമില്ല. ഇത് കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇത്രയും കാലം അവളെ നോക്കി വളർത്തിയത്. ആദ്യം കൊണ്ട് പോലും ഞാൻ അതിലൊന്നും തൊടിയിക്കില്ല. ആ പണം കൊണ്ട് ഇവിടെ ആരും ഒരു സ്വപ്നം കാണണ്ട. അവൾക്കുള്ളതെല്ലാം അവള് തന്നെ എടുത്തോട്ടെ. കടമായിട്ട് ഒരു സഹായം ഞാൻ അത്രമാത്രം ഉദ്ദേശിച്ചുള്ളൂ. ജെനി, അതിനെല്ലാം ഇനി ഒരുപാട് സമയമുണ്ട്. ലീഗലി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇനിയും കഴിയാനുണ്ട്. എല്ലാം അവളുടെ മാത്രം ആവുമെന്ന് ഉറപ്പ് വരുവാണെങ്കിൽ മാത്രം ഇതൊക്കെ അവളെ അറിയിച്ചാൽ മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ, കാശല്ലേ, അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ഞാൻ എന്റെ പപ്പയോടൊന്ന് സംസാരിച്ചു നോക്കാം. ഇനി ലിയോ, അവന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? ഇതും കൂടി നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം അല്ലേ? അവന്റെ കാര്യത്തിൽ ക്ഷമിച്ച് ഇപ്പൊ ഞാൻ ഭൂമിയോളം താഴ്ന്നു കഴിഞ്ഞു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നെ. എന്നിട്ട് എന്തിനെ? അവൻ എന്തെങ്കിലും പറ്റിയാ നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ? എന്നിട്ട് അതും ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇങ്ങോട്ട് കയറി വന്നാ ഇറങ്ങിപ്പോവാൻ ഞാൻ പറയില്ല. ഒരു തരത്തിൽ ചിന്തിച്ചാ അവനീ ചെയ്തു കൂട്ടിയതൊക്കെ നല്ല കാര്യത്തിനാണെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്താ നല്ലതെന്ന്? അത്രയും ആളുകളുടെ മുന്നിൽ തൊലി ഇഴിഞ്ഞു നിന്നതാണോ അവൻ ചെയ്ത പുണ്യപ്രവൃത്തി? ആദി, അവന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. നല്ലൊരു ജീവിതം ജീവിച്ച് കാണണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചിട്ടില്ലേ? ഈ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് മാത്രം അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചേ. എനിക്ക് ഉറപ്പുണ്ട് അവൻ മാറും. അങ്കിളിന്റെ കൈ കിട്ടിയ അവൻ തീർന്നു. ഈ പുറമെ കാണിക്കുന്ന ദേഷ്യം മാത്രം നിങ്ങൾക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഉള്ളിന്റെ ഉള്ളില് അവനെ കുറിച്ചോർത്ത് പേടിച്ചോണ്ടിരിക്കല്ലേ. ഇതും കൂടിയല്ലേ, ക്ഷമിച്ചു കൊടുത്തേക്കാം. ഇവളെന്ന് നേരത്തെ കിടന്നുറങ്ങിയോ? ഞാനോർത്തു ഇന്ന് യുദ്ധം വേണ്ടിവരുന്നു. ഇങ്ങേരിതെപ്പോഴാ വന്നേ? ഓ, ഈ സോഫയിലാണ് ഇന്നലെ കിടന്നേ. സോറി. ഇച്ചേച്ചി എന്താടി അങ്ങേരുന്നൽ ഒരുപാട് ലേറ്റ് ആയിട്ടാ വന്നേ. ഇങ്ങനെ വിട്ടാ പറ്റില്ല. എഴുന്നേറ്റ് വന്ന കണക്കിന് കൊടുത്തേക്കണേ. അവനെന്തായാലും ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ചേടാ, അതും ചീറ്റിപ്പോയോ? അല്ല, നിനക്കൊന്ന് കോളേജില്ലേ? കോളേജൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. എനിക്ക് നല്ല തലവേദന. വയറ്റ് കൈ വെച്ചുകൊണ്ട് തലവേദനയോ? അത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തലച്ചോറിന് കൺഫ്യൂഷൻ. തലവേദനയാ? നീ പോയി ഇച്ചനൊന്ന് എഴുന്നേപ്പിക്കേ. ആഹാ, ഞാൻ എന്തേ കാണുന്നേ? ഇന്നെന്റെ പൊന്നുമ്മ നേരത്തെ എഴുന്നേറ്റോ? ഞാൻ ഒരു അടിപൊളി സ്വപ്നം കണ്ടല്ലോ. അപ്പൊ അതിന്റെ ഹാങ് ഓവറിലാണല്ലേ? എന്താ, നിനക്ക് 4ാമത്തെ ഗേൾഫ്രണ്ട് സെറ്റ് ആയോ? ചാച്ചനെ പപ്പ വെയിറ്റ് വെച്ച് കൊല്ലുന്നു. ഇടാ മഹാഭാബി, നിനക്ക് ആകെ ഒരു ചാച്ചനും പപ്പയും മാത്രമല്ലേ ഉള്ളൂ. അവരകാലത്തിൽ പൊലിപ്പിക്കണം. എഴുന്നേറ്റ് സ്കൂളിൽ പോടാ. അവന്റെ ഉടുക്കത്തൊരു സ്വപ്നം. ഞാനിങ്ങനെ വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വല്ലതും അവൻ അറിയുന്നുണ്ടോ? കാലത്ത് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിയും വന്നില്ല. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം പലിക്കുമെന്നാ. ഇനി ആരുടെയും കയ്യിൽ നിന്ന് വെടികൊണ്ട് ചത്തോ? ഓ, അതേ വിളിക്കുന്നേ. ഹലോ, എടാ കഴുത, നീ ഇവിടെ പോയി കിടക്കുക. അകത്തേക്ക് കേറണോ വേണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുക. അവിടുത്തെ അന്തരീക്ഷം എങ്ങനാ? ചൂടോ തണുപ്പോ? വെരി ഹോട്ട്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. നീ ഇപ്പൊ കേറണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതി. ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. ഇവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. ഇനി വൈകി എന്റെ കൈയും കാലൊക്കെ ഇവിടെ നിന്നുകൊണ്ടിരിക്കും. ഇവളെ കൂടെ ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇനി മേല് നോവാതിരിക്കാൻ ഒരു ചെറിയ പ്ലാനൊക്കെ എന്റെ കയ്യിലുണ്ട്. വർക്കൗട്ട് ആവോ എന്തോ. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നത്. ഇന്നത്തെ എന്റെ പെർഫോമൻസ് കണ്ടാ നീ കിട്ടും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇതാരും ഇത്ര കാലത്തെ നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ പോയ കഥ ഒന്ന് തുറക്കുക കാറ്റി. എനിക്ക് നടക്കാൻ വയ്യേ. ഇവൾക്ക് എന്ത് പറ്റി? രാവിലെ തലവേദന എന്ന് പറഞ്ഞ് വയറ്റി കൈ വെച്ചുള്ളവർക്കായിരുന്നു. ഇപ്പതേ കാലുവേദന. ഇവൾക്കാണോ അത് എനിക്കാണോ ഗർഭം? നീ 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 എന്താണ് ഇവിടെ?
മറ്റേ എന്തിയെ അവന്റെ കൂടെ ഇറങ്ങി പോയതാണല്ലോ. എല്ലാരും കൂടി തല്ലി കൊന്നോ? നിന്നോടാ ചോദിച്ച ആ ഗതികെട്ടവൻ എന്തിയെന്നേ? ഞാനിവിടെ തന്നെ ചേച്ചി ആ തലൊന്ന് ഡൗൺലോഡ് പൊസിഷനിലേക്ക് തിരിക്കാവോ? ഞാൻ ചെയ്ത തെറ്റാ, വലിയ തെറ്റാ. എന്നോട് ക്ഷമിച്ചൊന്നും പറയാതെ ഞാൻ എവിടെ എഴുന്നേക്കൂല. നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ എന്നെ കാലത്ത് കൊല്ലാം. ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഈ വയറും വെച്ചോണ്ട് എനിക്കൊന്ന് കുനിയാൻ പറ്റിയിരുന്നെങ്കിൽ എപ്പോഴേ ഞാനത് ചെയ്തേനെ. ഇച്ചേച്ചിയുടെ സന്തോഷം എന്റെ സന്തോഷം. ഞാനത് ഈ കാലിന്റെ ഇടയിലൂടെ കിടന്നു തരാം. എനിക്ക് ചവിട്ടി കൊന്നു. ആ ചെക്ക നിന്നോട് എഴുന്നേക്കാനാ പറഞ്ഞേ. നീ നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇവരൊന്ന് പിടിച്ച് എഴുന്നേപ്പിക്കേ. ഇച്ചേച്ചി സോറി, വേണമെന്ന് വിചാരിച്ചിട്ടല്ല. 1000 തവണ ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. അപ്പൊ ഇവളാണല്ലേ എല്ലാത്തിന്റെയും പുറകില്? ഇവളല്ല, എന്റെ മനസ്സ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ ഈ ചേച്ചിയുടെ മൂച്ചയ്ക്ക്. ഒന്ന് കാണണമെന്ന് വിചാരിച്ച് മാത്രം പോയതാ. പക്ഷെ അവിടെ എത്തിയപ്പോ പറ്റിയില്ല, ഇറ്റാളെ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം പോയതാണല്ലേ? നീ ഇവിടുന്ന് ഇറങ്ങിയ ദിവസം 3 ഷർട്ട്, 2 ജീൻസ്, 1 ജെട്ടി. ഇതും പോരാഞ്ഞിട്ട് ഇച്ചായന്റെ പഴയ ക്രെഡിറ്റ് കാർഡും ആദിയുടെ പേഴ്സിന് 2000 രൂപയും ഇത്രയും മിസ്സിംഗ് ആയിരുന്നു. ഇതൊന്നും കൂടാഞ്ഞിട്ട് നിന്റെ വക ഒരു ലെറ്ററും. ഇനി നീ പറ, ഇപ്പൊ പറഞ്ഞ സ്റ്റോറിക്ക് ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് ഇല്ലേ? ചേച്ചിക്ക് വിവരം വെച്ചു. യെസ്, ഐ എം ട്രാപ്ഡ്. കുറച്ചുകൂടി സമയം തരാണെങ്കിൽ ബെറ്റർ ആയിട്ട് വേറൊന്ന് പറയാം. ഇനി നീ ഇവിടെ കൂടുതൽ കിടന്ന് പ്രസംഗിക്കണ്ട. കാറ്റി, നീ പോയി ഇവൾക്കുള്ള മുറി കാണിച്ചു കൊടുക്ക്. ഓഹ്, സമാധാനം. സക്സസ്ഫുൾ എൻട്രി. എന്റെ മുറിയല്ലേ, ഞാൻ കാണിച്ചു കൊടുത്തോളാം. നിന്റെ മുറിയല്ല, നിനക്കിനി ഇവിടെ മുറി വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിട്ടില്ല. ഒരു തണ്ടലൊക്കെ കഴിഞ്ഞ് ക്ഷീണം ഉണ്ടെങ്കിൽ എന്റെ മോനൊരു കാര്യം ചെയ്യും, അടുക്കളയിൽ പാ വിരിച്ച് കിടക്ക്. ഇതിലും വേഗം തെരുവിൽ വല്ലതും കിടക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ചെങ്കിലും കിടക്കായിരുന്നു. കടം ജോസ്, ഇനി ഇങ്ങനെ വകയുണ്ടോ? ജെനി, ഞാൻ ഇറങ്ങുക. ഇനി ഇങ്ങനെ ഹൈറ്റ് ഇല്ലാത്തോണ്ട് എന്നെ കണ്ടില്ലേ? ഇവളെ കണ്ടു കാണില്ലേ? എങ്ങനെ കാണാനാ? രണ്ടും കൂടി വെച്ച് നോക്കി ആകെ 10 കാണും. അങ്ങേരാണെങ്കിൽ ബാഹുബലിയെ തെങ്ങിന്റെ കൂട്ടലിരിക്കുന്നേ. അപ്പൻ ഈ കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിപ്പോയി. ഇവിടെ ഇങ്ങനെ നിന്ന നാട്ടുകാർ കാണും. ഒന്ന് അകത്ത് കയറി പോകുന്നുണ്ടോ? അതിന് ഞാനെന്താ വല്ല പീഡനക്കേസും കഴിഞ്ഞു വരുള്ളൂ. ഒരു കല്യാണം കഴിച്ചു, അതിന് നാട്ടുകാർ കുഞ്ഞുങ്ങളൊക്കെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നെന്തിനാ? പോവാൻ പഴിച്ചേച്ചി. ഞാനിത് ആണിച്ചനോ? ഹാപ്പി മാരീഡ് ലൈഫ് ബ്രോ. കിട്ടും, ചെന്ന് കയറി കൊടുക്കേ. നാറി, എന്തിനാടാ ഇങ്ങോട്ട് കേറി വന്നേ? അവന്റെ ഉടുക്കത്തെ സോറി പെങ്ങളെ. നാറി, നിനക്ക് ഒളിച്ചോടണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ആയിക്കൂടായിരുന്നില്ലേ? കല്യാണം വരെ കാത്തു നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതെ, ഈ ധൂമകേതു എന്റെ തലയിൽ തന്നെ വന്ന് വീണപ്പോ നിനക്ക് സമാധാനമായല്ലോ. മതിയടാ മതി, നീ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതല്ലേ, ചെല്ലാൻ നോക്ക്. ഇവൻ എങ്ങോട്ടും പോവില്ല, ഇവിടെ തന്നെ കാണും. വൈകിട്ട് വന്നിട്ട് എന്താണെന്ന് തീരുമാനിക്കാം. നീ പോ. കാറ്റി, നീ ഇവിടെ മുറിയിലേക്ക് കൊണ്ടുചെന്നാക്ക്. എന്നാ ഞാനും കൂടി. നീ അങ്ങോട്ടല്ല, അടുക്കളയിലോട്ട്. അങ്ങോട്ട് ചെല്ലേ, നിനക്ക് കുറച്ച് ജോലിയുണ്ട്. നീ ആയിരുന്നോ? അല്ലാതെ ഈ മുറി കയറി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കാൻ മാത്രം ധൈര്യം ഇവിടെ വേറെ ആർക്കാ ഉള്ളേ? ഇച്ചേച്ചിയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ ഇങ്ങോട്ട് കയറി വന്നേ? ഒന്നും പറയണ്ട. ഇതിലുണ്ടായ നിന്റെ അപ്പന്റെ കൈ കൊണ്ട് തീരായിരുന്നു. എന്റെ സ്വന്തം ഭാര്യയെ കാണാൻ എത്ര ആളുകളുടെ കണ്ണു വെട്ടിക്കണമെന്നറിയോ? സമ്മതിക്കൂല. എന്താ, ഇറങ്ങി ഓടേണ്ടി വരും. നമുക്ക് ഇവിടെ ഒരു ഡോറും കൂടി ഫിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ? സംസാരിച്ചോണ്ട് നിൽക്കാതെ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചു നിൽക്ക്. കഥവ് തുറക്ക്, ഇത് ഞാനാ. താഴെ കാണാത്തോണ്ട് ഞാൻ ഊഹിച്ചു ഇവിടെ തന്നെ കാണുമെന്ന്. ഇവിടുത്തെ ഡീലിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിന്റെ അടുത്തേക്ക് വരാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തേ. ഇവളുടെ ഡാഡി കൊല വരെയായിട്ട് നടക്കുന്ന ഞാൻ കേട്ടു. അങ്ങനോട് പോവാൻ പറ, എടവരെ പോകുന്നു നോക്കാം. അല്ല, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. കൂടുതൽ സമയം ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണ്ട. ഇച്ചേച്ചി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് താഴോട്ട് ഇറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് ഇവിടെ നിഴല് പോലും നിന്നെ കാണിക്കില്ല. കിറ്റി, സോറി. സോറിയോ? എന്തിന്? ഇങ്ങനെ പ്ലാൻ ചെയ്ത് പണി മേടിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. പക്ഷേ കിട്ടിയപ്പോ എനിക്ക് മാത്രം ആയിപ്പോയി. അതും വലിയൊരു പണി. സാരമില്ല, എല്ലാം വിധി. എന്തായാലും ഒരു വഴി കാണാതിരിക്കില്ല. നോക്കാം. നിങ്ങൾ അവിടെ വാ, ഞാൻ എന്തായാലും ഇറങ്ങട്ടെ. പാവല്ലേ ചേച്ചിക്കുട്ടി, നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നിട്ട് ആ പാവത്തിന് വെള്ളം കിട്ടിയോ? എവിടെന്ന്? ഞാൻ അറിഞ്ഞുകൊണ്ട് അവക്ക് കൊടുത്ത ഏറ്റവും വലിയ പണി ഒരുപക്ഷെ ഇതായിരിക്കും. എന്തോന്ന്? നീ പിന്നെ എന്താ വിചാരിച്ചേ? നിന്നെ സ്വന്താക്കാൻ എന്റെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂന്നോ?
ഇനി നിന്നെ പ്രേമിക്കാൻ ധൈര്യം ഉണ്ടായി എനിക്ക് ആ വീട്ടിൽ കയറി വന്ന് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ കഴിയില്ലെന്നാണോ? ഈ വഴി ഞാൻ ചൂസ് ചെയ്തത് അവക്ക് വേണ്ടിയാ. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? പഠിത്തം കഴിഞ്ഞാൽ എല്ലാരും കൂടെ അവളെ പിടിച്ച് കെട്ടിക്കും. ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾക്കൊരു ബാധ്യത ആവരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ കുടുംബത്തിൽ ആരും അല്ലാതിരുന്നിട്ട് കൂടി ഇവിടെയുള്ളവരുടെ എല്ലാം ജീവിതം അവളും കൂടി ഉൾപ്പെടുന്നതാ. ഈ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതുപോലെ അവൾ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല. വിവാഹം മുടങ്ങിയാൽ എല്ലാവരെയും സങ്കടപ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രം എല്ലാത്തിനും കൂടെ നിന്ന് വന്നു. ആദിച്ചൻ അവളെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോ നീ എല്ലാം പ്ലാൻ ചെയ്തിട്ടായിരുന്നു? പ്ലാനിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭാഗ്യപരീക്ഷണം. നിന്റെ ഈ കുട്ടികളി കാരണം ഇല്ലാതാവാൻ പോകുന്നത് അവരുടെ ജീവിതമായിരിക്കും. ഒരിക്കലും ഇല്ല. അവൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആരെ നാണം കെടുത്തരുതെന്ന് വിചാരിച്ച് നിന്നു കൊടുത്തതായിരിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ എന്നെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് അവൾ പറയും. ഇപ്പൊ പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? വിധി. എല്ലാം ആ വാക്കിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ സംതിങ്. ചേച്ചിക്ക് ചേട്ടനെ അതിന് എനിക്കത്ര ഉറപ്പില്ല. ചേട്ടൻ നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അങ്ങേർക്ക് അറിഞ്ഞൂടാ. സ്നേഹിച്ച ഒത്തിരി അങ്ങ് സ്നേഹിക്കും. ഇപ്പോ ജീവിക്കുന്ന ഈ ജീവിതം ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം ചേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിനക്ക് ചോദിച്ചൂടെ? പഠിത്തം നിർത്തി ഇങ്ങോട്ട് വന്നപ്പോ പഴയതുപോലെ ഒന്നും ആയിരുന്നില്ല. ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരു തവണ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, അതും ഈ ചേച്ചിയുടെ. എനിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും കിട്ടിയില്ല. ആ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോ കൂടുതലൊന്നും ചോദിക്കാൻ എനിക്കും തോന്നിയില്ല. നീ കരുതിയ പോലെ കാര്യത്ര നിസ്സാരമൊന്നും അല്ലെങ്കിലോ, അവരെ കൊണ്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ? ചെറുതായിരിക്കുമ്പോ അവർ തമ്മിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ അങ്ങേര് സൈലന്റ് ആവുന്നതും വയലന്റ് ആവുന്നതും അവരുടെ കാര്യം വരുമ്പോ മാത്രം. അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങിയ അവര് ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചോളും. ഓരോന്ന് പറഞ്ഞ് സീനാകെ വഷളായി പോയല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അതിനു വേണ്ടിയൊന്നും അല്ല. ഇങ്ങോട്ട് വന്നേ. ഓ നടങ്ങി നിക്കടി. ഓ സമ്മതിക്കൂല. ഓ പറ വരുന്നു. നീ എവിടെയായിരുന്നു? ബഹിരാകാശത്ത്. എന്നാ മോനെ പേടൊക്കെ ഇറക്കി വെച്ച് അപ്പുറത്തെ പറമ്പിലോട്ട് ചെല്ലേ. അവിടെ ഒരു 500 തേങ്ങ ഇട്ടിട്ടുണ്ട്. നീ പോയെന്ന് പൊതിച്ചു വെക്കേ. തേങ്ങ പൊതിക്കാനോ? ഞാനോ? ഹേയ് സ്ത്രീയെ, നിങ്ങൾക്ക് എന്നോട് ഇതെങ്ങനെ പറയാൻ തോന്നി? ചേച്ചി എന്നെ കൊണ്ടൊന്നും വയ്യ. ഞാനാണെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് വരാം. എടാ, ഒരു തേങ്ങ പൊതിക്കാൻ 4 രൂപ. 500 × 4 2000. ആ 2000 രൂപയുടെ ഉപകാരമെങ്കിലും നീ നിന്റെ ചേട്ടന്മാർക്കൊന്ന് ചെയ്തു കൊടുക്ക്. നീ ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നോ? വൈകിട്ട് ചേട്ടൻ വരുമ്പോ എന്തോ പറയും. അല്ല, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രാവിലെ പോയപ്പോ ചേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊന്നും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വരുമ്പോ വലിയ എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും അർത്ഥം. ലിയോ, എന്നതാ ചേച്ചി? നിന്നോട് ഞാൻ എത്ര തേങ്ങ പൊതിക്കാനാ പറഞ്ഞേ? 500. 450 പറമ്പിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ള 50 തേങ്ങ എങ്ങനെ അപ്പുറത്തെ രാഘവൻ ചേട്ടന്റെ പറമ്പിലെത്തിയേ? അതങ്ങേർക്ക് കറിക്കരയ്ക്കാൻ തേങ്ങയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്തതാ. നീ അത് അങ്ങേർക്ക് വിറ്റു എന്ന് പറയേ. അതും ഒരു തേങ്ങയ്ക്ക് 5 രൂപ വെച്ച്. എവിടെടാ കാശ്? നിർത്തേ. എന്തു ദുഷ്ടായി ചേച്ചി. രാവിലെ തൊട്ട് ഉച്ച വരെ വേർത്ത് കുളിച്ച വെയിലത്ത് നിന്ന് ഞാൻ ആ തേങ്ങ മുഴുവൻ പൊതിച്ചില്ലേ. 250 രൂപയെങ്കിലും ഞാൻ എന്റെ വട്ട ചെലവിലൊന്ന് എടുത്തോട്ടെ. നിന്ന് ന്യായം പറയുന്നു. ഇതേ അവനെ ഓടി. നിന്നെ ഞാൻ എടുത്തോളാടാ. നീ ഇങ്ങോട്ട് വരുമല്ലോ. ഇങ്ങനെ എല്ലാവരും ഇവിടെ സൈലന്റ് ആയി നിൽക്കുന്നത് ഞാൻ കാരണമാണെന്ന് എനിക്കറിയാം. സോറി ചേട്ടായി. ഞാൻ ചെയ്ത വലിയ തെറ്റാ. ഇപ്പോ അധികം പ്രശ്നമൊന്നും ഇല്ലല്ലോ. നീ നാളെ മുതൽ കമ്പനിയിൽ ജോയിൻ ചെയ്യണം. കമ്പനിയോ? ഞാനോ? എന്റെ ലിറ്ററേച്ചർ പഠിത്തം ചേട്ടനതിന് എനിക്ക് പെർമിഷൻ തന്നതാണല്ലോ. തന്ന പെർമിഷൻ ഞാനങ്ങ് പിൻവലിച്ചു. എല്ലാം നിന്റെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നേ. ഇപ്പൊ കാണിച്ചു കൂട്ടിയതിന് 4 പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. നീ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഒരു മുന്നിൽ നിൽക്കുന്നുണ്ടാ. ഇത്രയും കാലം നിനക്ക് ചെലവിന് ഞാൻ തന്നു. ഇനി ഇവരുടെ കാര്യം ഞാൻ നോക്കണോ? വേണേ അതും ഞാൻ നോക്കാം. പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മാത്രം ഈ വീട്ടിലും മതി. അതല്ല, ഞാൻ പറഞ്ഞ പോലെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്താൽ മാസാവസാനം നിനക്കുള്ള ശമ്പളം തരും. അതും കൊണ്ട് നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഇവിടെ സുഖമായിട്ട് കഴിയാം. അതിന് പറ്റില്ല എന്നാണെങ്കിൽ ഇവളെ വിളിച്ചോണ്ട് നിനക്ക് എങ്ങോട്ട് വേണമെന്ന് പോവാം.
സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നല്ല പറഞ്ഞ് ഏൽപ്പിക്കുന്ന ജോലി മര്യാദക്ക് ചെയ്യാനാ. എന്താ അതിന് പറ്റുമോ? ഇനിയും എല്ലാരും വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തോളാം. ഓ സമാധാനം, ഇതിനെങ്കിലും സമ്മതിച്ചല്ലോ. അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ഇനി വാ, നമുക്കെല്ലാം കഴിക്കാം. ഓ ഇന്നും ഞാൻ ഈ സോഫയിൽ തന്നെ കിടക്കേണ്ടി വരുമോ? എന്താ നോക്കുന്നേ? കിടക്കുന്നില്ലേ? ഞാൻ ഈ സോഫയിൽ കിടന്നോളാം. അതെ, അറിയാൻ മേലാതൊന്ന് ചോദിക്കാം. തനിക്കെന്താ എന്നെ പേടിയാണോ? ഞാൻ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ഒരു റൂം ഷെയർ ചെയ്യുന്നു, ആ കൂട്ടത്തിൽ ഒരു ബെഡും കൂടി ഷെയർ ചെയ്തു എന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞ് വീടാനൊന്നും പോകുന്നില്ല. തനിക്കിവിടെ കിടക്കാം. ഏയ്, താനെന്താ ചെയ്യുന്നേ? ഒരു റൂം ഷെയർ ചെയ്യുന്നു, ഒരു ബെഡ് ഷെയർ ചെയ്യാൻ പറയുന്നു. അപ്പൊ പിന്നെ ഇതും ആവാം. കമോൺ, ഷെയർ വിത്ത് മീ. താനിതെന്തൊക്കെ കാണിക്കുന്നേ? എന്നെ വിടാനല്ലേ പറഞ്ഞേ? എന്നെ വിടുന്നായിരിക്കും തനിക്ക് നല്ലത്. ഇപ്പൊ വിടാൻ ബുദ്ധിമുട്ടാണെങ്കിലോ? തനിക്കപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല അല്ലേ? അങ്ങോട്ട് മാറി കിടക്കണം. പിന്നെ താൻ എന്താ വിചാരിച്ചേ? എല്ലാ FF-കളിലെയും പോലെ നായികയുടെ മേത്തോടെ നായിക വന്ന് വീഴുമ്പോ കണ്ണടച്ച് നിന്ന് ഞാനതങ്ങ് ആസ്വദിക്കുന്നു. എന്റെ അടുത്ത് കളിക്കാൻ വന്നവനുണ്ടല്ലോ, അമ്പലം കാണും, പക്ഷെ പ്രതിഷ്ഠ ഞാനിങ്ങ് എടുക്കും. തലസ്ഥാന നഗരത്തിൽ അടി കിട്ടിയ സന്ദർഭത്തിൽ വിളിക്കേണ്ടത് അമ്മയല്ല, ഭാര്യയാ. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന നിലയില് ഇപ്പൊ സംഭവിച്ചതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിൽക്കുന്നിടത്ത് നിന്നൊരു 4 ചാട്ടം ചാടി ആക്കിയരിപ്പോ ആ സാധനം ഇറങ്ങിക്കോളും. പിന്നെ തന്റെ കൂടെ ഒരു കട്ടിലേക്ക് ഇണങ്ങുമെന്ന് വിചാരിച്ചേ എനിക്ക് ദിവ്യഗർഭം പോകുന്നില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും കുസൃതി കാണിക്കാൻ ഭാവം ഉണ്ടെങ്കിൽ നേരത്തെ കൊണ്ട് പറഞ്ഞേക്കണം. അയ്യോ, അതെ, ഞാൻ കിടക്കാൻ പോവാ. ഇനി ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്ന ചിലപ്പോ ഞാൻ ഒന്നും കൂടി പ്രതികരിച്ചൊന്ന് വരും. പിന്നെ രാത്രി വേദന കൂടുകയാണെങ്കിൽ പറയാൻ പഠിക്കണ്ട. മരണക്കിടക്കെ കിടക്കുന്നത് സ്വന്തം ശത്രു ആണെങ്കിൽ പോലും ചികിത്സിച്ചേക്കണമെന്ന് ഞങ്ങളുടെ ബയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ നോക്കാം. അവനെ കമ്പനി കൊണ്ടുപോകാനുള്ള ഐഡിയ എവിടെ നിന്ന് കിട്ടി? ആലോചിച്ചപ്പോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ അവൻ എഴുന്നേക്കണമെങ്കിൽ തന്നെ 11 മണിയാവും. നിങ്ങളുടെ കൂടെ 9 മണിക്ക് അവൻ കമ്പനിയിൽ വരുന്ന എനിക്കൊരു പ്രതീക്ഷ. നേരത്തെ എഴുന്നേപ്പിച്ചാ മതി. പിന്നെ ഞാൻ പറയുന്ന എല്ലാം അനുസരിക്കുന്ന ഒരാളും നിങ്ങൾ തന്നെ പോയി പറഞ്ഞാൽ മതി. ഇപ്പൊ ഏതായാലും എന്നൊരു പേടിയുണ്ട്. നീ കിടന്നു, ഞാൻ ഒന്നും കൂടി ഒന്ന് വിറപ്പിച്ചിട്ട് വരാം. നിർത്താനോ? ഞാനിപ്പോ തുടങ്ങിയാലേ ഉള്ളൂ. അതൊക്കെ ആവശ്യത്തിന് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ അടങ്ങിയിരിക്കുന്നുണ്ടോ? അയ്യോ, അങ്ങനെ ചേട്ടന്റെ പേര് അറിഞ്ഞ് നീ എന്റെ മൂട് കളയാൻ നോക്കണ്ട. അയ്യോ ചേട്ടൻ, നീ ഇവിടെ വരെ ഒന്ന് വന്നേ. എന്താ ചേട്ടായി? എന്താന്നോ, ഇവരൊരു നാണല്ലേ? അതെ, ഇവിടെ നീ നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ 2 ചേട്ടന്മാരും അവരുടെ 2 ഫാമിലി ഉണ്ട്. ഈ കഥ എനിക്ക് കാണാൻ വേണ്ടി വെച്ചതല്ല. അറ്റ്ലീസ്റ്റ് കൃത്രിമശ്വാസം കൊടുക്കുമ്പോഴെങ്കിലും ഇതൊന്ന് അടച്ചിടാം. അല്ല, ചേട്ടൻ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഈ കാര്യത്തിൽ നീ എനിക്ക് ക്ലാസ് എടുത്ത് തരണ്ട. കുറെ പ്രാക്ടീസ് കഴിഞ്ഞതാ. സെക്കൻഡ് റണ്ണറപ്പാ. ഇപ്പൊ ഒരു ട്രോഫിക്ക് വേണ്ടി വെയിറ്റിംഗ്. ചേട്ടനിപ്പോ ഇത് പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേ? വന്നത് ഇതിലല്ലായിരുന്നു, പക്ഷെ ഇവിടെ വന്ന നിന്റെ സർക്കസ് കണ്ടപ്പോ വന്ന കാര്യം ഞാൻ മറന്നു. മോനെന്തായാലും പോയി ചാച്ചിക്കൊപ്പം ചൊല്ലിയല്ലേ. എന്താ പറ്റിയ മനുഷ്യ? അവനെ വിറപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിറച്ചോണ്ടാണല്ലോ വരുന്നേ. എന്നാ പറ്റി? ആ ലൈസൻസ് ഇല്ലാതെ നാക്കൊണ്ടാവാൻ വല്ലത് പറഞ്ഞോ? ലൈസൻസ് ഇല്ല, അത് തന്നെയാണ് പ്രശ്നം. നാക്കിന് മാത്രമല്ല, അവന് ഇവിടെ ലൈസൻസ് ഇല്ല. ഏതായാലും എന്റെ അനിയൻ ഇത്രയും വളർന്ന വിവരം ഏറെ വൈകിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്റെ ചെറിയ നീ ഇങ്ങനെ നോക്കല്ലേ? വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് ശ്വാസം മുട്ടുള്ള നോക്കത്തെ മര്യാദയ്ക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു സാർ ചേച്ചി ഇന്നും ലീവാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? എനിക്ക് ചപ്പാത്തി അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലല്ലോ. സോ ഐ ജസ്റ്റ് ഗസ്. താൻ എന്താ വിചാരിച്ചേ? രാവിലെ എണീറ്റ് അടുക്കളയിൽ ചെന്ന് പാത്രത്തിലൂടെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അത് താനെങ്ങ ഒന്നും വീഴത്തൊന്നുമില്ല. എന്തൊക്കെ ഒരു പ്രോസസ് ഉണ്ടെന്നറിയോ? പൊടി എടുക്കണം, ഉപ്പ് നോക്കണം, പാകം നോക്കി കുഴയ്ക്കണം, പരത്തണം, ചുടണം. തനിക്കൊക്കെ ഇങ്ങനെ വന്ന് കൈ കഴുകി ചവച്ചടിച്ച് തിന്നാ പോരെ? എന്നോട് കാണിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫുഡിനോടെങ്കിലും ആ റെസ്പെക്ട് കാണിക്കണം.
നീ രാവിലെ തന്നെ എന്നെ കൊണ്ട് റെസ്പെക്ട് പഠിപ്പിക്കാൻ നോക്കുകയാണോ? അറിയില്ലെങ്കിൽ അത് പഠിക്കന്നെ വേണം. ദേ ഇന്നലെ കിട്ടിയ കിക്ക് ഓർമ്മയുണ്ടല്ലോ, രാവിലെ തന്നെ എന്നെ കൊണ്ട് കാല് വെപ്പിക്കരുത്. ഓഹോ, എങ്കിൽ പിന്നെ ഒന്ന് കാണല്ലോ. വെക്കിടി കാലിലെത്തിടും. എന്തിനു നിർത്തി? എന്നെ കണ്ടോണ്ടാണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേർക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. സംസാരിച്ചോണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. തല്ലി തന്നെ തീർക്കണം. നിനക്ക് വേണമെങ്കിൽ അപ്പുറത്ത് കത്തിരിപ്പുണ്ട്, എടുക്കാം. ഇനി നിനക്ക് കുന്തോ കൊടച്ചക്രോ എന്ത് വേണേലും പറഞ്ഞാൽ മതി, ഞാൻ തന്നെ കൊണ്ടുവരാം. എന്റെ പൊന്നെ, എങ്ങനെ മരത്ത് സഹിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ബ്രോ. ഇതെന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഓഫീസിൽ പോയിരിക്കാം. അടുത്ത മാറ്റം വന്നേക്കുന്നു. ഒന്ന് മാറിയൊക്കെ ചെക്ക, എനിക്കെന്താ കണ്ണുണ്ടൂടെ? ഒരു പുട്ട കണ്ണ് വെച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇത് സ്റ്റൈല് കോപ്പാണ്. ഇതാണ് നമ്മുടെ കമ്പനി. ഞാൻ വിചാരിച്ച പോലെയല്ലോ, ഒരുപാട് മാറിപ്പോയി. ഇതിനു മുമ്പ് നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? പിന്നല്ലാതെ, ഞാൻ മമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ എത്ര തവണ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അപ്പൊ തീരുമാനമായി. ചേട്ടൻ എന്തായാലും നല്ല ഡിസിഷൻ എടുത്തേ. ഡാഡി, അവനും അവളും ഇന്നലെ അവരുടെ വീട്ടിൽ കയറി. ഇന്നിപ്പതേ അവൻ കമ്പനിയിലും കാലൂത്തി. ഇനി ഇങ്ങനെ നോക്കി നിൽക്കണ്ട ഡാഡി, തീർത്തേക്കാം.